Welcome back to my channel. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പള്ളിനടയിൽ നടക്കുന്നതായിട്ടുള്ള ആ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അത് സെൻറ് തോമസ് റോഡിലൂടെ, സ്കൂളിനോട് തൊട്ടു ചേർന്നുള്ള സെൻറ് തോമസ് റോഡിലൂടെ പോകുന്ന ആ സൈഡിൽ ഇവർ കാന, ചെറിയ വീതി കുറഞ്ഞുള്ള കാനയാണ് അവിടെ സ്ലാബ് ഇടാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോവന്റയുടെ ആ ഇതിൻ്റെ അടിയിലായിട്ട് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ആ സെപ്റ്റിക് ടാങ്കാണ് ചിത്രത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞ 5 മാസമായി പരാതി കൊടുത്തിട്ടും അത് തുറന്നു നോക്കുവാനോ അത് മൂടുവാനുള്ള നടപടികളൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എയും അതുപോലെ തന്നെ PWD ഒരു ഓഫീസറും കൂടി വന്ന് അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അവിടെ നിന്നുള്ള കണക്ഷൻ പുറകിലൂടെ, അതായത് ആ ബിൽഡിങ്ങിൻ്റെ പിറകുവശത്ത് കൂടെ ആണ് അത് ആ പൈപ്പിനെ കൊണ്ടുവന്നത്. ആ പിറകുവശത്ത് കൂടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് തെക്ക് ഭാഗത്തായിട്ട് അതിൻ്റെ മൂലയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ പൈപ്പ് ആ കാനയിൽ നിന്ന് ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് അവർ റോഡിൻ്റെ ഭാഗത്തേക്കായിട്ട് അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കാന പണി നടക്കുമ്പോൾ, അത് PWD വക കാന ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുക്കി വിടുന്നതിനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവരുടെ പൈപ്പിൻ്റെ പണി അവിടെ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ ആ പൈപ്പ് നീക്കം ചെയ്തു എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്. എന്നാൽ രേഖാമൂലം എഴുതി നൽകുകയും അതിന് അനുസൃതമായിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള ആരെങ്കിലും, അതുപോലെ തന്നെ AEO അതെങ്കിലും ഓവർസിയറോ വന്ന് സ്ഥലം പരിശോധിച്ച് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ അതിന് അനുമതി കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ അതായത് പകലാണെങ്കിലും മറ്റുള്ള അവധി ദിവസങ്ങളുടെ മറവിലാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ ഇവരുടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾ വീഡിയോ പിടിപ്പിക്കാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാം. അത്രയും ധൈര്യത്തിലാണ് അവർ ഈ വർക്കുകളെല്ലാതും പകൽ ചെയ്യുന്നത്. അപ്പോൾ ആത്മവിശ്വാസം അവർക്ക് ഈ പ്രതിപക്ഷ കക്ഷികളിലുള്ള അവരുടെ ഈ ഭരണപക്ഷത്തുള്ളതും അതുപോലെ പ്രതിപക്ഷത്തുള്ള ആളുകളുടെ സഹകരണത്തോടെ അല്ലാതെ ഇത്തരത്തിലുള്ള നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ കാനയിൽ മണ്ണ് മൂടിയതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നതായിട്ടുള്ള ആ പോസ്റ്റ് കാനയിൽ വിലങ്ങനെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെള്ളക്കെട്ടുണ്ടാവുകയും അത് സ്കൂളിലെ കുട്ടികൾ പുറത്തേക്ക് വരുന്ന ആ ചെറിയ പിൻവശത്തുള്ള ആ ഗേറ്റിൻ്റെ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്നിട്ട് ടീച്ചർമാർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള പഞ്ചായത്ത് ഗ്രാമസഭയിൽ ഇത് സംബന്ധമായിട്ട് പരാതി ഉന്നയിക്കുകയും അതുപോലെ തന്നെ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതുവരെയായിട്ടും അതിന് ആ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനായിട്ട്, അതിലൂടെ കാനയിലൂടെ വെള്ളം കടന്നു പോകുന്ന തരത്തിൽ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനായിട്ട് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഷട്ടറുകളുടെ അകത്ത്, കടയുടെ അകത്ത് സ്ലാബ് ഉണ്ടാക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് രാത്രിയോ അതല്ലെങ്കിൽ വൈകുന്നേരമോ മറ്റുള്ളവരുടെ ശ്രദ്ധ മാറുന്ന സമയത്താണ് ഇത്തരത്തിൽ അവർ ആ വർക്കുകളെല്ലാം ചെയ്ത് ഷട്ടർ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലാബുകളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ രാത്രിയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒഴിവു ദിവസങ്ങളിൽ, സർക്കാർ അവധി ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത്. അപ്പോൾ അകത്ത്, അതായത് ആ ബിൽഡിങ്ങിൻ്റെ ആ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ സ്ലാബുകളെല്ലാം പുറത്തിടാനുള്ള സ്ലാബുകൾ വാർക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ദൂരപരിധിയുടെ ഭാഗം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് PWDയുടെ പരിധിയിലാണെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഒരു വട്ടം PWDAക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പൊതുമരാമത്ത് മന്ത്രിയുടെ PAക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്ത മറുപടിയിൽ ഇത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും റോഡിൻ്റെ സൈഡിലുള്ള കാനയുടെ ഭാഗം മാത്രമാണ് PWDയുടേതായിട്ട് വരുന്നതെന്നുമാണ് അവർ ആ വിശദീകരണത്തിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വൃത്തിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ സ്ലാബുകൾ സ്ഥാപിച്ച് വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേഗത്തിൽ തന്നെ കടകൾ ഈ അനധികൃത ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ കാണുന്നത് ഈ തൊഴിലാളികളോട് ജോലി ചെയ്യുന്നതാണ്. അതിൻ്റെ സൈഡിലൂടെയാണ് ഫയർ എഞ്ചിൻ, എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ കയറുന്നത് എൻ്റെ പുറകുവശത്തുള്ള മൂടിയ കിണറിൻ്റെ മുകളിലൂടെയാണ്. ഈ മൂടിയ കിണറിൻ്റെ മുകളിലൂടെ ഫയർ എഞ്ചിൻ കയറിപ്പോയാൽ പോലും അത് വളരെ ഇടുങ്ങിയൊരു റോഡാണെന്ന് മാത്രമല്ല അവിടെ ആ കോവിന്ദയുടെ ആ ശുഭം നിൽക്കുന്നത് കൊണ്ട്
അവരുടെ പെട്ടെന്നുള്ള അപകടം വന്നു കഴിഞ്ഞാൽ അത് പോകാനായിട്ട് സാധിക്കില്ല. ഈ മറ കെട്ടി വെച്ചിരിക്കുന്ന ആ കിണറിൻ്റെ അപ്പുറത്തുകൂടെ സൈഡിലൂടെയാണ് ഉദ്യോഗസ്ഥന്മാരെ ഏതോ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ അത് സൂത്രപ്പണി പറഞ്ഞു കൊടുത്തതാണെന്ന് സംശയിക്കുന്നു. ഇതിലൂടെയാണ് ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വണ്ടി കയറേണ്ടത്. ആ തടസ്സമായി നിൽക്കുന്ന പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ പോസ്റ്റ് വെച്ച് KSEBക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഈ സൈഡിലൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ അപകടത്തിൻ്റെ തീവ്രത വല്ല തീപിടുത്തം വളരെ ശക്തമായ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുള്ള അഗ്നിസേനാ പ്രവർത്തകർ അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടുപോകാനാണ് സാധ്യത. അവരെ എയർലിഫ്റ്റ് ചെയ്ത് ഫയർ എഞ്ചിൻ പുറത്തെടുക്കാതെ രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു ഹോള് കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റും. ആ പ്രവേശത്തുള്ള കാനയിലൂടെ ആ സെപ്റ്റിക് ടാങ്കിൻ്റെത് ഈ മുൻവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ള കാന ഇതാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ മറവിൽ അവധി ദിവസത്തിൻ്റെ മറവിൽ പൈപ്പ് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് ഇടുന്ന വർക്ക് വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും സ്റ്റോപ്പ് മെമ്മോ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ആ പൈപ്പ് നീക്കം ചെയ്തു എന്നാണ് അധികാരികളെ അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പൈപ്പ് നീക്കം ചെയ്തിട്ടുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരടിയോ അതല്ലെങ്കിൽ അരയടിയോ വെച്ച് മാറ്റിയ രീതിയിലാണ് അത് മുറിച്ചു മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പിന്നീട് രാത്രിയുടെ മറവിൽ കാനയുടെ പണി നടക്കുമ്പോൾ അത് സ്ഥാപിക്കാവുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ആ ഹോള് അത് ആ സ്ലാബിൽ കൂടെ തന്നെ അത് വളരെ പെർമനൻ്റ് ആയ രീതിയിൽ അത് പാക്ക് ചെയ്യുക, ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ അത് പാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഭാവിയിൽ ഇത്തരത്തിൽ ഇതിലേക്ക് അവർ ആരും കാണാതെ വെള്ളം ഒഴുക്കി വിടാതിരിക്കാനുള്ള ഏക പോംവഴി. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് അവരത് മാറ്റിയതിന് ശേഷമുള്ളതാണ്. ഈ നിർമ്മാണ പ്രവർത്തികൾക്ക് അനധികൃത നിർമ്മാണ പ്രവർത്തികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിതിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ അഭിപ്രായത്തിൽ നിരവധി കടകൾക്കെതിരായിട്ട് അദ്ദേഹം ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ അതിൻ്റെ തെളിവ് സഹിതം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ നിയമങ്ങളും അറിയാവുന്ന ഒരു പ്രതിപക്ഷത്തുള്ള ഒരു ഉന്നതമായ വ്യക്തിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പരാതി പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ ഭർത്താവാണ് ഡീൽ ചെയ്യുന്നത്. അദ്ദേഹം ആ പരാതി കൊടുത്ത കടക്കാരുമായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുകയും പരാതി പിൻവലിക്കുകയും അതിൻ്റെ ശേഷം ആ പൈസ ഇവർ പങ്കിട്ടെടുക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ ഇടയിലുള്ള പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ഇവർക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ട് ഇവർക്ക് ഇത്തരത്തിൽ പരസ്യമായിട്ട് നിയമലംഘനം നടത്താനും നാട്ടുകാർ അല്ലെങ്കിൽ ചെറിയ കച്ചവടക്കാർ ചെയ്യുന്ന ചെറിയ ഈ പറഞ്ഞിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് വളരെ ചെറിയതാണെങ്കിൽ പോലും അവർക്കെതിരെ നടപടിയെടുപ്പിക്കും അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും നിലക്ക് നിർത്താതെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും പാർട്ടിയിൽ ജീവിക്കുക വളരെ അസാധ്യമാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ.